ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഓണായിരുന്ന രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ, പൂവൊക്കെ ഇട്ടതിന് ശേഷം. അപ്പോൾ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിനായിരുന്നു. ഓണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം തന്നെ പൂവിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിരുന്നു കേട്ടോ. ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓണം കഴിഞ്ഞതിൻ്റെ 2 ദിവസം കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ആ ഒരു കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതിപ്പം 3ാമത്തെ ദിവസമാണേ. അപ്പോൾ ഇന്ന് നമ്മൾ കയ്യിലാണ് കിട്ടിയത്. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്തെടുത്ത മീനിൻ്റെ കഷ്ണങ്ങളിലേക്ക് ഒരു തക്കാളിയും 2 പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിടാണ് കേട്ടോ ചെയ്തത്. ഇനി നമ്മളതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് അധികം എരിവൊന്നുമില്ല. ഇനി 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഈ ഒരു കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കാൻ പാകത്തിൽ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമ്മളൊന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടാണ് കേട്ടോ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്നത്. ഒരു 7 മിനിറ്റ് അത്രയേ വേണ്ടൂ. അപ്പോൾ തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ കഷ്ണങ്ങളൊക്കെ അടിക്ക് പിടിച്ച് പോകാൻ ചാൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളമൊക്കെ അല്ലേ ഒഴിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് അരപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് അളവിൽ തേങ്ങയിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ളു ജീരകവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ അരപ്പ് കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് മിക്സാക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത്തിരി ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നമ്മളിത് അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു കറിയിലേക്ക് വറവ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇത്തിരി ചെറിയ ഉള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതേ രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറികളൊക്കെ ആയതിനു ശേഷം ഒത്തിരി പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രം കഴുകുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ആ 2 ദിവസം നല്ല തിരക്കായതുകൊണ്ട് തന്നെ അന്നൊന്നും ഇതൊന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഡെയിലി ഞാൻ ഇതേ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. പാത്രം എപ്പോഴും വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, വെള്ളം വീഴുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് ഡെയിലി ഞാനിത് രാവിലെ ഇതേ രീതിയിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ പാത്രമൊക്കെ ഇവിടെ കൊണ്ടുവെക്കാറ്. സിങ്കൊക്കെ ഞാൻ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ക്ലീൻ ചെയ്തെടുക്കാറ്. വിമ്മിൻ്റെ ലിക്വിഡാണ്. അപ്പോൾ അതൊന്ന് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പാത്രങ്ങളൊക്കെ ഇതേ രീതിയിൽ ഉണക്കിയെടുക്കാറാണ് ചെയ്യാറ്. ഗ്രിൽസിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ല വെയിലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ കബോർഡിലേക്ക് എടുത്ത് വെക്കാറ്. അപ്പോൾ നനവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ക്ലീനായിട്ട് തന്നെ പാത്രങ്ങൾ ഇരിക്കുകയും ചെയ്യും. വെയിലുള്ളതുകൊണ്ട് തന്നെ ഇതേപോലെ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി വെച്ചിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് മുളകും മല്ലിയും മഞ്ഞളൊക്കെ വാങ്ങിച്ചിട്ട് പൊടിച്ചിട്ട് വെക്കുകയാണ് ചെയ്തത്. ഇത് ബിരിയാണി മസാല പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതേ രീതിയിൽ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് വെക്കുകയാണ് ചെയ്യാറ്. ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗരം മസാല പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു ഗരം മസാലക്ക് നല്ലൊരു ഫ്ലേവറും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. ഉച്ചക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമുള്ള
ഈവനിങ് സ്നാക്കിൻ്റെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ഇലയടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ ഒരു മിനുസ പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ അടയാക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പൊടിയിൽ ഇത്തിരി ഉപ്പുവെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നത് വരെ നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്താ ഇതേപോലെ ഇലയിലൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഇത്തിരി ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ പഞ്ചസാരക്ക് പകരം നമുക്കിതിലേക്ക് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. ഇതേ രീതിയിൽ നമ്മൾ ഒരു 6 എണ്ണം വീതമാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇലയുടെയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.